അപ്പം ഈ ഒരു സിഗ്നേച്ചർ ഏജ്ഡ് കെയറിൽ നമ്മൾ ഇത്രയും ആളുകളുണ്ട്, ഇത്രയും ആളുകൾ ഇപ്പം സാറ് പറഞ്ഞ പോലെ കുറേ ആളുകൾ അവരുടെ നമ്മുടെ സർവീസ് എടുക്കുന്നുണ്ട്. അപ്പം ഒരു വല്ലാത്തൊരു വൈകാരിക ബന്ധം തന്നെ അവർ തമ്മിൽ ഉണ്ടായിരിക്കണം. അപ്പം അവിടെ താമസിക്കുന്ന ആൾക്കാർക്കായാലും അല്ലെങ്കിൽ സാറിനായാലും സ്റ്റാഫിനായാലും അപ്പം അങ്ങനത്തെ ഒരു ബോണ്ടിങ് തീർച്ചയായിട്ടും ഉണ്ടാവുമായിരിക്കുമല്ലോ സിഗ്നേച്ചർ. തീർച്ചയായിട്ടും. കാര്യം ഞങ്ങൾ അവിടെ എല്ലാവരും അപ്പ അമ്മ എന്നേ വിളിക്കുകയുള്ളൂ. ഓരോരുത്തരുടെയും ഇതനുസരിച്ച് ഉമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്, ഉപ്പമാരുണ്ട്, അങ്ങനെ എല്ലാ ഇതും ഉണ്ട്. അപ്പച്ചന്മാരുണ്ട്, അമ്മച്ചിമാരുണ്ട്, എല്ലാ മതസ്ഥരായിട്ടുള്ളവരും ഉണ്ട്. എല്ലാവരെയും അവരുടെ നിക് നെയിമും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ പേര് സാറാമ്മ എന്നാണ് ചിലപ്പോൾ വീട്ടിൽ വിളിക്കുന്ന അമ്മിണി എന്നായിരിക്കും. അപ്പം അമ്മിണി എന്ന് വിളിക്കുമ്പം അമ്മിണിക്ക് കിട്ടുന്ന സന്തോഷം വേറെയാണ് പറയുന്നത്, മനസ്സിലാണ്. അപ്പം നമ്മൾ ഓരോരുത്തരെയും മനസ്സിലാക്കി അവരെ അതനുസരിച്ചാണ് സ്വന്തം ഫാമിലിയായിട്ട് കണ്ട് അത് ചെയ്യുന്നത്. പിന്നെ മോർ ദാൻ എനിത്തിങ് ഞങ്ങളുടെ സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നഴ്സിംഗ് പഠിച്ചവരായതുകൊണ്ട് എല്ലാവരും പഠിച്ചുകൊണ്ട് എമ്പതി വരണമെന്നില്ല. അപ്പം ഞാൻ പറയുന്നത് വർഷങ്ങളായിട്ട് ഊതിക്കാച്ചി കിട്ടിയേക്കുന്ന ഒരു ടീമാണ്. അത് ഒരു ശകലമെങ്കിലും എമ്പതി ഇല്ലാത്തവരാണെങ്കിൽ നിർത്തി ഞങ്ങൾ വെച്ചോണ്ടിരിക്കുകയല്ല. ഇത് രണ്ടുമാ. എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കണ്ണിലൂടെ കാണാൻ പറ്റണം. ഞാൻ കിടപ്പാണ്, എനിക്ക് ശകലം വെള്ളം കുടിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എന്തെങ്കിലും ഒച്ചയോ ഒക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പം അത് ഈ നഴ്സിംഗ് പഠിക്കുമ്പോൾ അവർക്ക് എമ്പതിയെക്കുറിച്ച് പഠിക്കാനുണ്ട്. അതുകൊണ്ട് കുറച്ച് ക്വാളിഫൈഡ് ആയതുകൊണ്ട് കുറച്ചൊക്കെ ഒരു ഇതുണ്ട്. പക്ഷെ അതൊന്നും ഈ പറയുന്ന പഠിച്ചതൊന്നും പറഞ്ഞ് ഓർത്തിട്ട് എമ്പതി കിട്ടണമെന്ന് കാണിക്കണമെന്നൊന്നുമില്ല. ബട്ട് എന്നാലും അവിടെ ഞാൻ മുതൽ എല്ലാവരും താഴോട്ട് എല്ലാവരും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതൊരു കൾച്ചറായി മാറി. അപ്പം ഞാൻ പറയുന്ന ഇപ്പം തിങ്കളാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ സാറിന് ഇപ്പോൾ വേറെ ബിസിനസ് എന്ത് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാലോ. അപ്പോൾ അത് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ സൊസൈറ്റി നീഡും ഹ്യൂമാനിറ്റി കൺസിഡറേഷൻ വെച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ആ ഹ്യൂമാനിറ്റിയാണ് മുമ്പിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ വേറെ ബിസിനസ് വല്ലതും ചെയ്യാമായിരുന്നു. അപ്പോൾ അത് തന്നെ തീർച്ചയായിട്ടും ആ സ്റ്റാഫ് കണ്ടിന്യൂ ചെയ്യണം. അതെ, തീർച്ചയായിട്ടും. അതിനകത്ത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ കാണുന്നത് തന്നെ ഇപ്പം എന്നെ സംബന്ധിച്ചോളം രാവിലെ നേരം വെളുത്ത ആദ്യത്തെ ഫോൺ മുതൽ അവസാനത്തെ ഫോൺ വരെ അന്നത്തെ ദിവസം വരുന്നത് മുഴുവൻ കഥകളായിരിക്കും. എന്ന് പറഞ്ഞാൽ അപ്പൻ വീണു, അപ്പന് സ്ട്രോക്കായി, അല്ലെ അമ്മ വീണു, അമ്മയ്ക്ക് സുഖമില്ല, അങ്ങനെ ഇത് മാത്രമാണ്. ഈ ചെറുപ്പക്കാർ കേൾക്കുമ്പോൾ ഞാനും ഓർക്കും ഇനി എനിക്ക് എത്ര സമയമുണ്ട് അവിടെ എത്താൻ എന്നുള്ള കാര്യം. കേൾക്കുന്ന മുഴുവൻ അതാ, കാണുന്നതും നിസ്സഹായാവസ്ഥയും വേദനകളും ദുരിതങ്ങളും. ആ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർത്തും കിടപ്പായവർ, ബെഡ് സോർ ഉള്ളവർ, അല്ലെങ്കിൽ ഡയബറ്റിക് ഫുഡ് ഉള്ളവർ, ആംപുട്ടേറ്റ് ചെയ്ത് വന്നേക്കുന്നവര്, അങ്ങനെ ഏത് അസുഖം എടുത്തോ എല്ലാം അതിനകത്തുണ്ട്. എല്ലാവരുടെയും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെയൊക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹംബിൾസ് യു ഇൻ ദ സെൻസ് ഇതൊക്കെ തരുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഉള്ള സമയം നല്ലതായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കുക എന്നുള്ളത്. പിന്നെ വി ഫോർ എ ഫാക്ട് നോ ദാറ്റ് വി ആർ ടച്ചിങ് എ ലോട്ട് ഓഫ് ലൈഫ്സ്. കാര്യം ഒത്തിരി പേർക്ക് സ്വാതന്ത്ര്യമാകാൻ സാധിക്കുന്നുണ്ടെന്നുള്ള ആ ഒരു ബോധ്യം ഉണ്ടല്ലോ. ദാറ്റ് ഇസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ്. പിന്നെ മരണങ്ങൾ കണ്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ബട്ട് ഞങ്ങളെ പോലുള്ളവർക്ക് മരണം ഒരു സെലിബ്രേഷനുമാണ്. കാര്യം ഒരു മനുഷ്യന്റെ ദുരിതം, കഷ്ടപ്പാട് അവിടെ തീർന്നല്ലോ. മോസ്റ്റ് ഓഫ് ദം ഇൻ ഏജ് സിഗ്നേച്ചർ ഏജ് ഡൈ വിത്ത് ഡിഗ്നിറ്റി, ലീവ് വിത്ത് ഡിഗ്നിറ്റി ആൻഡ് ഡൈ വിത്ത് ഡിഗ്നിറ്റി. അത് വി എൻഷുർ. എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് ആരും ഇല്ല, ചുറ്റിനും ആരും ഇല്ലാതൊക്കെ ആയിരിക്കുമല്ലോ പലരുടെയും മരണങ്ങൾ. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്റ്റാഫൊക്കെ അടുത്ത് കാണും, അവരുടെ വിശ്വാസം അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. ശരിക്കും ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ സാറ് കേട്ടിട്ടുണ്ടാവും അല്ലേ? അതിനായിരിക്കും ഈ സിഗ്നേച്ചർ ഏജ്ഡ് കെയറിലേക്ക് എത്തിയിരിക്കുന്നത്. അവസാന സമയങ്ങൾ ഒരിക്കലും നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഇപ്പം ഞാൻ എപ്പോഴും പറയും, നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെ വീടേൽ ഇൻവെസ്റ്റ് ചെയ്തു, ഫ്ലാറ്റേൽ ഇൻവെസ്റ്റ് ചെയ്തു, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു എന്നൊക്കെ പറയും. നമുക്ക് വേണ്ടി എന്താ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അവസാന സമയം വരുമ്പോൾ ഞാൻ പറയുന്നത് ഇത്രയും ആൾക്കാരെ പരിചരിച്ച് അവരുടെയൊക്കെ പലരുടെയും ഞാൻ പറയുന്നത് 360ഓളം പേർക്ക് മരണം ഒരുക്കി കൊടുത്തതിൽ പലരും പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഒരു അവസ്ഥ വരാതെ മരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഇവരൊക്കെ പല വാക്കുകളിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ ഹാവൻറ്റ് ലീവ്ഡ് ഫോർ മൈസെൽഫ്. എല്ലാവരും പറയുന്ന. പക്ഷേ നമ്മളും തിരിച്ചു നോക്കുമ്പോഴത്തേന് ഒരാൾ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ അപ്പനോട് അമ്മയോടുള്ള കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടുംബമായി, മക്കളായി, ജോലിയായി, ഇപ്പം എല്ലാത്തിനും ഈ കമ്മിറ്റ്മെന്റ്സ് കഴിഞ്ഞ് പിന്നെ അവനവന് വേണ്ടി ജീവിക്കാനൊന്നും നേരെയില്ല. ഇതൊരു മരണക്കിണർ പോലെ ഇതിനകത്ത് കിടന്ന് പിന്നെ എല്ലാവരും അതിനകത്ത് കിടന്ന് കറങ്ങുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അവസാന സമയം വരുമ്പോൾ പലരുടെയും റിഗ്രറ്റ് എന്നാന്ന് വെച്ചാൽ എൻ്റെ പല ആഗ്രഹങ്ങളും എനിക്ക് സാധിക്കാൻ പറ്റിയില്ല. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു, അതിനൊന്നും എനിക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ചിലർ അസുഖമായി കഴിയുമ്പം പറയും, എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ട്, പക്ഷെ ഇന്ന് എൻ്റെ ഒരു ആഗ്രഹം സാധിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല.
അപ്പോൾ ഇതൊരു ജീവിതം എന്ന് പറഞ്ഞ ഒരു നൂലുമേ കളിയാണ്. ആ ഒരു ഫൈനർ ബാലൻസ് ഓഫ് എവറിത്തിങ് കിട്ടുക എന്നുള്ളതും അത് ദൈവത്തിൻ്റെ വരവാണോ നമ്മളുടെ കയ്യിലിരിപ്പിൻ്റെ ആണോ ഇതെല്ലാം കൂടെ ചേർന്നായിരിക്കും. അത് നിർവചിക്കാൻ പ്രയാസമാണ്. അപ്പം ഇതിനകത്ത് ഇപ്പോഴും പലരും ഈ സോഷ്യൽ സ്റ്റിഗ്മ എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോഴും കൂടുതലാണ്. അപ്പനും അമ്മയ്ക്കും നല്ല കെയർ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നാട്ടുകാരെയും വീട്ടുകാരെയും ബോധിപ്പിക്കണമെന്ന് ഓർത്ത് വീട്ടിൽ തന്നെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നവരുണ്ട്. ഞാൻ എപ്പോഴും പറയും പ്രൊഫഷണൽ കെയറിൻ്റെ വ്യത്യാസം അവിടെയാണ്. കാര്യം പ്രൊഫഷണൽ കെയർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ വീടുകളിലുള്ള മാതാപിതാക്കൾ ഇപ്പം പ്രഷറിനോ ഷുഗറിനോ മരുന്ന് കഴിക്കുന്നവർ എത്ര പേരുണ്ട് ഡെയിലി വൈറ്റൽസ് നോക്കിയിട്ട് മരുന്ന് കൊടുക്കുന്നത്? മന്ത്ലി ചെക്കപ്പ് നടത്തിയാലായി, അത് നടത്തിയാലായി. അല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ പോകുമ്പോഴായിരിക്കും പിന്നെ ഒരു ചെക്കപ്പ് നടത്തുന്നത്. ആ ചെക്കപ്പ് നടത്തുമ്പോൾ BP ആ ഒരു സമയത്തെ നോക്കുന്നുള്ളൂ, ഷുഗർ ആ ഒരു സമയത്തെ നോക്കുന്നുള്ളൂ. ഈ പല വീടുകളിലും പറ്റുന്ന എന്നാ വെച്ചപ്പോൾ ഫോർ എക്സാമ്പിൾ ഡയബറ്റീസിന് മരുന്ന് കഴിക്കുന്ന അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നവർ, ഞാൻ പറയുന്ന ഒരു ദിവസം പ്രായമുള്ളൊരു മനുഷ്യൻ ചിലപ്പോൾ അന്ന് ആഹാരം വരെയൊക്കെ കഴിച്ചിട്ടുണ്ടാവില്ല, വിശപ്പില്ല, അല്ലെ പല കാരണങ്ങളാൽ കഴിക്കുന്നില്ല, അല്ലെ വളരെ കുറച്ചേ കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ വൈകിട്ട് ഇൻസുലിൻ എടുക്കാനുള്ളതിനൊരു കുറവും വരുത്തുന്നില്ല, ഇൻസുലിൻ എടുക്കുന്നു. ആളുടെ ഷുഗർ ലെവൽ താഴെ പോകുന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. കാര്യം ഭക്ഷണം കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ പുള്ളി അന്നത്തെ ദിവസം സെഡൻറ്ററി ആയിരുന്നു, രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകുമ്പോൾ വീണു എന്നൊക്കെ പറയുന്നതിലൊരു നല്ല ശതമാനവും ഒന്നീ പ്രഷർ താന്നു പോയിട്ട്, അല്ലെങ്കിൽ ഷുഗർ താന്നു പോയി, അല്ലെങ്കിൽ ഷുഗർ അതുപോലെ കൂടിപ്പോയിട്ടൊക്കെയാണ് പലരും വീഴുന്നത്. പക്ഷെ നമ്മൾ പറയുന്നത് തന്നെ തല ചുറ്റിപ്പോയി, കാല് തെന്നിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ ഇൻവേരിയബിളി പ്രായമുള്ളവർ വീണ് കഴിഞ്ഞാൽ ഫ്രാക്ചറിലെത്തും. പിന്നെ അവർ ശിഷ്ടകാലം കട്ടിലെ കിടക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അതുപോലെ തന്നെ സോഡിയം നോക്കുക, പൊട്ടാസ്യം നോക്കുക. പ്രായമുള്ളവർക്കൊന്നും ഇതൊക്കെ റെഗുലറായിട്ടൊരു ചെക്കപ്പ് നടത്തിക്കൊണ്ടിരുന്നാൽ പോലും സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 എന്ന് പറയുന്ന വളരെ വാസ്തവം. കഴിയുന്നതും പ്രായമുള്ളവർ ആശുപത്രി കയറാതെ രക്ഷപ്പെടാൻ പറ്റിയ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഞാനിത് പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ ആശുപത്രിയിൽ പോകണ്ടെന്നോ ട്രീറ്റ്മെൻറ്റ് എടുക്കരുതോ ഒന്നോ അല്ല. ഈ പ്രായമുള്ളവർക്ക് പലപ്പോഴും ICUവിൽ കയറി ICUവിലെ തണുപ്പ് പറ്റിയല്ല, ICUവിലെ ഇൻഫെക്ഷൻസ്, അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും, ഇൻഫെക്ഷൻസ് പെട്ടെന്ന് പിടിക്കാം. അതിനകത്ത് ചിലപ്പം ഒരു മരണം കാണാനിടയാവും, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് കേസ് വന്ന് കയറിയത് കാണും, ചോരയൊക്കെ വാർന്ന ആരെങ്കിലും ഒക്കെ അടുത്ത് ബെഡായി വന്ന് കിടക്കുന്നൊക്കെ ഉണ്ട്. ഇവർ ഇൻവേരിയബിളി പ്രായമുള്ളവർ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഒരു ഡിക്ലൈനാണ്, മെന്റലി ഫിസിക്കലി അവരങ്ങോട്ട് ഡൗൺ ആവുക. അപ്പം ഞാൻ എപ്പോഴും പറയും നമ്മൾ ഇതിനെയൊക്കെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് പ്രധാനം. സോഡിയം ഒക്കെ ഇടയ്ക്ക് നോക്കുക. നമുക്കൊരു ഫാമിലി ഡോക്ടർ എന്ന് പറയുന്നൊരു സംഭവം വേണം. പല വീടുകളിലും ഇന്ന് അതില്ല, പല ഫാമിലിക്കും അതില്ല, ഒരു ഫാമിലി ഡോക്ടർ ഇല്ല. അതിൻ്റെയൊക്കെ തിക്താനുഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇതൊക്കെ വഷളാക്കി. എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ നോക്കി എനിക്ക് തലവേദനയാന്ന് പറഞ്ഞാൽ ഉടനെ ന്യൂറോളജിസ്റ്റിന് അടുത്തോട്ടാണ് പോകുന്നത്. അതിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു ഫാമിലി ഫിസിഷ്യൻ ഉണ്ടെങ്കിൽ ഹീ വിൽ ഗൈഡ് അസ്, എന്താ വേണ്ടത്, എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇപ്പം പലർക്കും ഇല്ലാത്തതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ എല്ലാം അറിയാം എന്നുള്ളതിൽ ഗൂഗിളിൽ നോക്കി ഇപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞാൽ പോലും പലരും ഗൂഗിൾ പറയുന്നതല്ല വിശ്വസിക്കുകയുള്ളൂ. ഇപ്പോൾ ഡോക്ടേഴ്സിനും ബുദ്ധിമുട്ടാണ്. സോഷ്യൽ മീഡിയ ഡോക്ടേഴ്സിനാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. വാട്സ്ആപ്പ് ഡോക്ടേഴ്സ് എന്നും പറയും. ഒരേ മരുന്ന് എല്ലാവർക്കും ഒരുപോലെ എഫക്റ്റ് ആവണമെന്നില്ല. ഇപ്പം ഈ മറവി രോഗമുള്ളവർക്കൊക്കെ സെഡേറ്റ് ചെയ്യാനായിട്ടുള്ള പല പിൽസും ഡോക്ടർമാർ എഴുതും. പക്ഷേ ഒരാൾക്ക് അത് എഫക്റ്റീവ് ആവും, അടുത്തയാൾക്ക് അത് എഫക്റ്റീവ് ആകത്തില്ല. ഇപ്പം ഞങ്ങളുടെയൊക്കെ ഫെസിലിറ്റിയിൽ എന്ന് പറഞ്ഞാൽ ഡോക്ടർ വരുന്നതുകൊണ്ട് നമ്മൾ ഈ മരുന്നുകൾ പലതും മാറി നോക്കി ഏതാണ് ഇവർക്ക് എഫക്റ്റീവ് ആകുന്നതെന്നുള്ളത് മനസ്സിലാക്കും. അതാണ് ഈ പ്രൊഫഷണൽ കെയറിൻ്റെ വ്യത്യാസം. ഞാൻ പറയുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു അമ്മയ്ക്ക് ചിലപ്പോൾ 8 മണിക്ക് മരുന്ന് കൊടുത്താൽ 9 മണിയാകുമ്പം അത്താഴം കഴിഞ്ഞ് കിടന്നോളും. വേറൊരു അമ്മയ്ക്ക് ആ സെയിം മരുന്ന് 8 മണിക്ക് അത്താഴത്തിൻ്റെ കൂടെ കൊടുത്താൽ ചിലപ്പോൾ പുള്ളിക്കാർ 1 മണിയായാലും ഉറങ്ങുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മൾ ഓരോരുത്തരുടെയും ട്രേറ്റ്സ് മനസ്സിലാക്കി, ചിലർക്ക് 3 മണിക്ക് ചായയുടെ കൂടെ മരുന്ന് കൊടുത്താലേ ഉള്ളൂ 8-9 മണിയാകുമ്പോൾ ഉറങ്ങുള്ളൂ. ചിലർക്ക് സ്ലോ റിയാക്ഷൻ ആയിരിക്കും, ചിലർക്ക് പെട്ടെന്നായിരിക്കും അതെല്ലാം റിയാക്ട് ചെയ്യുന്നത്. പലർക്കും പല രീതിയിലാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഓരോരുത്തരുടെയും കംഫർട്ട് നോക്കി അവരെ ഇത് ചെയ്ത് മാനേജ് ചെയ്ത് പോവാന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത്. കസ്റ്റമൈസ് ചെയ്യാന്നൊക്കെ ബിസിനസ്സിൽ പറയും, പക്ഷെ ആക്ച്വലി റിയൽ കസ്റ്റമൈസേഷൻ ഇതാണ്. കാരണം നമ്മുടെ കംഫർട്ടിനനുസരിച്ചിട്ട് നമ്മുടെ ലൈഫ് സെറ്റ് ചെയ്ത് തരുന്ന ഒരു ടീമാണ് സിഗ്നേച്ചർ ഏജ്ഡ് കെയറിലുള്ളത്. അപ്പോൾ ഈ സിഗ്നേച്ചർ ഏജ്ഡ് കെയറിൽ നമ്മളിപ്പോൾ ഇത്രയും സംസാരിച്ചപ്പം ഫുഡ്, അക്കോമഡേഷൻ, ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ ഇതല്ലാതെ അവർക്കൊരു എന്റർടൈൻ മോഡിൽ വരുന്ന മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് നമുക്ക് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആക്ടിവിറ്റീസ് പലതുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബെഡേ കിടക്കുന്നവരെ കൊണ്ട് ഒന്നും ചെയ്യിക്കാൻ പറ്റത്തില്ല. അവർക്ക് പാട്ട് വെച്ച് കൊടുക്കുക, TV വെച്ച് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. എഴുന്നേറ്റ് നടക്കുന്നവർക്ക് കോമൺ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ രാവിലെ ഗ്രൂപ്പ് ഫിസിയോതെറാപ്പി ഉണ്ട്, ഗ്രൂപ്പ് എക്സസൈസസ് ഉണ്ട്, പിന്നെ മെമ്മറി ഗെയിംസ് ഉണ്ട്. ഈവൻ സ്നേക്ക് ആൻഡ് ലാഡർ പോലും ഒരു മെമ്മറി ഗെയിമാണ് അവരെ സംബന്ധിച്ചോളം. കാര്യം അങ്ങനെയുള്ള ചെറിയ ചെറിയ ഗെയിംസ് ഉണ്ട്. അപ്പോൾ അവരെ എൻഗേജ് ചെയ്തിരുത്തുക. മോർ ലൈക്ക് എ ഹോസ്റ്റൽ.
ഒരു സീനിയർ ഹോസ്റ്റൽ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയറിങ് റൂംസേ ഞങ്ങൾ കൊടുക്കുള്ളൂ. ഇപ്പോൾ മക്കൾ വരുമ്പോൾ മക്കൾക്ക് ഭയങ്കര നിർബന്ധമാണ് സിംഗിൾ റൂം വേണം. കാര്യം അവരെ സംബന്ധിച്ചോളം നാട്ടുകാരെയും വീട്ടുകാരെയും ബോധിപ്പിക്കുക ഞാൻ ഐ എം ഡൂയിങ് ദ ബെസ്റ്റ് ഫോർ മൈ ഡാഡ് അല്ലെങ്കിൽ ഫോർ മൈ മോം എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടി. അപ്പം ഞാൻ പറയും ഇവിടെ ഞങ്ങൾ ഷെയറിംഗ് റൂമേ കൊടുക്കൂ. അൺടിൽ ആൻഡ് അൺലെസ് അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സിംഗിൾ റൂം കൊടുക്കുകയുള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ അവരുടെ കമ്പാറ്റബിലിറ്റി മനസ്സിലാക്കി ഒത്തുപോകുന്ന ഒരാളെ റൂംമേറ്റ് ആയിട്ട് കൊടുത്തേക്കാമെങ്കിൽ അവർ ഒന്നിച്ച് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഒന്നിച്ച് നടക്കാൻ പോയി, ഒന്നിച്ച് കഴിക്കാൻ പോയി, അങ്ങനെ അവർ ദേ ബിക്കം തിക് ഫ്രണ്ട്സ്. അപ്പോൾ അവർ വർത്താനമൊക്കെ പറഞ്ഞിരുന്നോളും, പഴയ കാര്യങ്ങളും ചരിത്രവും ഒക്കെ പറഞ്ഞിരിക്കുമ്പോൾ നമുക്കും സന്തോഷം, നമുക്ക് മാനേജ് ചെയ്യാൻ എളുപ്പം. മറ്റേ ഒറ്റയ്ക്കാകുമ്പോൾ ചിലപ്പോൾ അവർ ഭയങ്കര ഡിപ്രസീവ് ആയിരിക്കും, ഗ്ലൂമി ആയിരിക്കും, മക്കളെ ഓർത്തിരിക്കും. ഇതാകുമ്പോൾ അതൊന്നുമില്ല, അവർ ദേ ഹാപ്പി.